ശബരിമലയെ സ്വർണ്ണമോഷണത്തിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ ഗുരുതര ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ദ്വാരപാലക വിഗ്രഹം കോടീശ്വരന് വിറ്റതിന്റെ ഇടനിലക്കാരൻ കടകംപള്ളി സുരേന്ദ്രനാണെന്നാണ് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചത്. അതേസമയം ആരോപണം തെളിയിക്കാൻ കടകംപള്ളി സുരേന്ദ്രൻ പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ചു. സ്വർണ്ണമോഷണത്തിലെ പ്രതിപക്ഷ ആരോപണത്തിന്റെ കുന്തമന് നീളുന്നത് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക്. മന്ത്രി വി.എൻ. വാസവന്റെയും ദേവസ്വം ബോർഡ് അധ്യക്ഷന്റെയും രാജി ആവശ്യപ്പെട്ട പ്രതിപക്ഷം മുൻ ദേവസ്വം മന്ത്രിക്കെതിരെയും ആരോപണമുയർത്തുകയാണ്. ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണ്ണമോഷണത്തിന്റെ ഇടനിലക്കാരൻ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. അന്നത്തെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് അറിയാം ഏത് കോടീശ്വരനാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പം വിറ്റിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങൾ പാടെ നിഷേധിച്ച കടകംപള്ളി സുരേന്ദ്രൻ ആരോപണങ്ങൾ തെളിയിക്കാൻ പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ചു. ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്. അദ്ദേഹത്തിന് ആണത്തമുണ്ടെങ്കിൽ, തന്റെ ഇടമുണ്ടെങ്കിൽ, അഭിമാനമുണ്ടെങ്കിൽ ഈ ശബരിമലയിലെ ദ്വാരപാലക ശില്പം ഏത് കോടീശ്വരനാണ് കടകംപള്ളി സുരേന്ദ്രൻ വിറ്റതെന്ന് വ്യക്തമാക്കണം. 2019 സ്വർണ്ണമോഷണത്തിൽ കടകംപള്ളിയെ കൂടി പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് പ്രതിപക്ഷം. ദേവസ്വം ബോർഡ് ഭരണസമിതിയും ഉദ്യോഗസ്ഥന്മാരും മന്ത്രിയും ചേർന്നാണ് തട്ടിപ്പ് നടത്തിയതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. വരും ദിവസങ്ങളിൽ കടകംപള്ളിക്കെതിരെയും പ്രതിഷേധമുയർത്താനാണ് പ്രതിപക്ഷ നീക്കം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.